പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് ഒരു സമരരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നു. ഇത് സർക്കാർ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിന് ഇടയാക്കിയ പ്രശ്നം വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടു. അന്വേഷണത്തിൽ സാധാരണ നിലക്ക് ഗവൺമെന്റിന് ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അന്വേഷണം സ്വതന്ത്രമായി നടക്കുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കണം എന്നതാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ നിർദ്ദേശിക്കും. കേരളത്തിൽ IAS ഓഫീസർമാർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ആദ്യത്തേതല്ല. ഇവിടെ കേസ് ചാർജ് ചെയ്യലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യലും വരെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വികാരമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഫലമായുള്ള വികാരം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ വികാരവും നടപടിയും രണ്ടും രണ്ടാണ്. ഇവിടെ FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നു. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിക്കുന്നു. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞത് സർക്കാരിനെതിരെ ഒരു നീക്കവും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ആ തരത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്കുള്ള ആശങ്കയുടെ ഭാഗമായി എടുത്ത നിലപാടാണ്. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. കാരണം ഒരു സമരരൂപം പ്രഖ്യാപിച്ച് സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വെളിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിനു പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിരുന്നു. അപ്പൊ അത്തരമൊരു ഉദ്ദേശം അവർക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയത് അത് പൂർണ്ണ മനസ്സോടെ തന്നെ സർക്കാർ സ്വീകരിക്കുക. ഇത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. ഭരണ സ്ഥിരാ കേന്ദ്രത്തിന്റെ പ്രധാനികൾ തന്നെ ഒരു സമരരൂപം തീരുമാനിക്കുന്നത്
ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയാണ്. അതാണ് അവരുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം വന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും നിന്ന് നോക്കുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങളടുത്ത് വ്യക്തമാക്കാന്നുള്ളതുകൊണ്ട് സംസാരിക്കട്ടെ. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ IAS ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള പരാതി അക്കമിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ IAS ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന രീതിയിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ ചില അദ്ദേഹത്തിന്റെ അമിത സുസമ്പാദനമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെതായ ചില പരാതികൾ IAS ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞുകൊണ്ട് ചില പേപ്പറുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. CMന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി IAS ഉദ്യോഗസ്ഥർ ആരെങ്കിലും തന്നിട്ടുണ്ടോ? IAS ഉദ്യോഗസ്ഥർ അങ്ങനെ പരാതി തരില്ല. സാധാരണ അങ്ങനെ ഒരു പരാതി തരാൻ പറ്റും IAS ഉദ്യോഗസ്ഥർക്ക്? സാധാരണ നിലക്ക് ഈ വിജിലൻസ് ഡയറക്ടർ ആകുന്നതിന് മുൻപ് തന്നെ ചില കേസുകൾ ഉണ്ടായിരുന്നു, ചില അന്വേഷണങ്ങൾ. നമ്മുടെ നാട്ടിൽ അന്വേഷണത്തിനൊരു കുറവുമില്ല. എല്ലാവരെയും കുറിച്ചും ധാരാളം അന്വേഷണങ്ങൾ നടത്തും. അങ്ങനെ 2-3 കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിലും അന്വേഷണം നടത്തും. അത് വിജിലൻസ് അന്വേഷണം നടത്തും. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പലർക്കെതിരെയും വിജിലൻസ് അന്വേഷണം നടക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ വിജിലൻസ് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കുകയും അങ്ങനെ ആക്ഷേപത്തിൽ കടമ്പില്ല എന്ന് കാണുകയും അത് ഗവൺമെന്റ് തീരുമാനിക്കുകയും ചിലത് കോടതിയിൽ പോയി കോടതി അടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏതോ ഒരു കേസ് കോടതിയിൽ ഇപ്പൊ തന്നെ കിടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ അതാണ് അത് സംബന്ധിച്ചിട്ടുള്ളത്. ഇന്ന് അവധി എഴുതി നൽകിയ ഉദ്യോഗസ്ഥർ ഇപ്പൊ ചർച്ചയ്ക്ക് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടില്ല. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് അവരോട് വ്യക്തമാക്കുക മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നടന്നു. ഈ അവധി എടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സർക്കാർ ആലോചിക്കുന്നു? അല്ല, നടപടിയുടെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണല്ലോ. ഇതില് അവധി എന്ന് പറയുന്നത് കാഷ്വൽ ലീവ് ഒരാൾക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ എടുക്കാൻ അയാൾക്ക് അവകാശമുണ്ടല്ലോ. അതൊരു സമര രൂപമായിട്ട് വരുമ്പോഴാണല്ലോ സർക്കാരിന്റെ അതൃപ്തി അവരെ അറിയിക്കുന്നത്. അവർ വന്നതുകൊണ്ട് ആ അതൃപ്തി അവരെ അറിയിക്കാൻ കഴിയും. അതാണ് ഉണ്ടായത്. എന്നാലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, സർക്കാരിനെതിരെയല്ല എന്നവര് വ്യക്തമാക്കിയത് അത് നല്ല മനസ്സോടെ തന്നെ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. ശരി. ധനകാര്യ പരിശോധന വകുപ്പിന്റെ എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്കെതിരെ അങ്ങയുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ. ധനകാര്യ വകുപ്പ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിച്ച് ക്ലിയർ ചെയ്തൊരു കാര്യം അന്വേഷിക്കുന്നത് എങ്ങനെ, എത്രത്തോളം ധനകാര്യ വകുപ്പിന് പോകാം, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്.